വീണ്ടും ഒരു മഴക്കാലം. വേനൽ അവസാനമായപ്പോഴേക്കും കനത്ത മഴ പെയ്തു. തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ഉഷ്ണതരംഗത്തിൽ നിന്ന് രക്ഷയായെങ്കിലും മഴ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇന്നും മാനമിരുണ്ടാൽ, മഴ ഇങ്ങനെ തോരാതെ പെയ്താൽ വെള്ളക്കെട്ട്, ദുരിതം. ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ഈ മഴക്കാലത്ത് കേരളം എന്തൊക്കെ കരുതിയിരിക്കണം? 2018 നാം കണ്ടതുപോലെ ഒരു പ്രളയം ഇനി ഉണ്ടാകുമോ? ഇനി വരാനിരിക്കുന്നത് മൺസൂൺ കാലം. ശരാശരിയിലും കൂടുതൽ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ശരാശരിയിലും 6% കൂടുതൽ മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത് അസാധാരണമല്ല. പക്ഷേ ഇപ്പോൾ മഴ ദിനങ്ങൾ കുറഞ്ഞു. ഈ കുറഞ്ഞ ദിവസങ്ങളിലാകട്ടെ അതിതീവ്ര മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇനിയും പേടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 2018 കണ്ട പോലുള്ള ഒരു റിവർ റെയിൻ ഫ്ലഡ്, അതായത് ഫ്ലൂവിയൽ ഫ്ലഡ്, അതായത് നദീസംബന്ധമായിട്ടുള്ള ആ ഒരു പ്രളയം, അതിനുള്ളതിനേക്കാളും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം ഒഴുകി പോകാതെ ഇത്തരം കൂമ്പാരമേഘങ്ങളും ലഘുമേഘ വിസ്ഫോടനങ്ങളും ഉണ്ടാകുന്ന സമയത്ത്, ഈവൻ അർബൻ ഏരിയയിലല്ലേ പോലും, റൂറൽ ഏരിയയിലാണെങ്കിൽ പോലും വെള്ളം ഒഴുക്കിനെ തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ മേഘരൂപീകരണത്തിൻ്റെ മാറ്റം കൊണ്ട് ഈ ലഘുമേഘ വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ഇനിയും പേടിക്കേണ്ടത് ഈ ചുരുങ്ങിയ സമയത്തിലുണ്ടാകുന്ന മഴ കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ്. അത് പ്രാദേശികമായിട്ട് ഏത് സ്ഥലത്തും ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറിയിട്ടാണ്. അതിന് നദിയുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ വലിയ തുടർച്ചയായിട്ട് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള മഴ വരുന്ന അവസരങ്ങളിൽ നമ്മൾ 2018 പോലുള്ള അവസ്ഥയും പ്രതീക്ഷിക്കേണ്ടതാണ്. 2019 കവളപ്പാറ, പുത്തുമല, 2020 പെട്ടിമുടി, 2021 കൂട്ടിക്കൽ, കൊക്കയാർ, ഇവിടങ്ങളിലൊക്കെയും ഉരുൾപൊട്ടലുണ്ടായി നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. പെട്ടെന്നൊരു ശബ്ദത്തോടെ മണ്ണും പാറയും വെള്ളവും ചെളിയും എല്ലാം ഒലിച്ചെത്തി. ഈ പ്രദേശങ്ങളിൽ മനുഷ്യർ വസിച്ചിരുന്നുവെന്ന് തോന്നിക്കാത്ത തരത്തിൽ എല്ലാം തൂത്തെറിഞ്ഞു. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള പ്രായമേറിയ മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണൊലിപ്പ്, വനനശീകരണം, പാറകളിലെ വ്യത്യാസം, ഇതൊക്കെ കാരണം പശ്ചിമഘട്ടം മാറി. അതിനും മീതെയാണ് മഴയുടെ പാറ്റേണിലെ മാറ്റം. മൺസൂൺ മേഘങ്ങളുടെ ഘടനയിലും മാറ്റമുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ അതിതീവ്ര മഴ പെയ്യുന്നു. ഇതിനെ താങ്ങാൻ നമ്മുടെ പശ്ചിമഘട്ടത്തിനാവില്ല. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്നു. മെയ് പകുതി വരെ നമ്മെ ബുദ്ധിമുട്ടിച്ചത് ചൂടായിരുന്നു. കേരളം വെന്തുരുകി. ആഗോളതലത്തിൽ തന്നെ ഇങ്ങനെ ചൂട് കൂടിയതിനു കാരണം എൽനിനോ പ്രതിഭാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എൽനിനോ തീവ്രത കുറഞ്ഞു. ദീർഘകാലത്തേക്ക് ചൂട് കൂടി വന്നത് അവസാനിച്ചു. ഇനി ലാനിനയുടെ വരവാണ്. 2ാം മൺസൂൺ ഘട്ടത്തിൽ ഓഗസ്റ്റ് സമയത്ത് ലാനിന എത്തിയേക്കും. എൽനിനോ പ്രതിഭാസത്തിന് വിപരീതമാണ് ലാനിന. ചൂട് കുറയും, മഴമേഘങ്ങൾ ഉണ്ടാകുന്നതിന് സാഹചര്യമൊരുക്കും. ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു ഭീഷണി ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മൺസൂൺ കാലത്തു തന്നെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പ്രതിഭാസവും ഉണ്ടായേക്കും. എൽനിനോ പോലെ തന്നെ സമുദ്രവും അന്തരീക്ഷവും ചേർന്നുള്ള ഒരു പ്രതിഭാസമാണിത്. പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ഘട്ടത്തിൽ സമുദ്രത്തിലെ ചൂടുവെള്ളം വടക്കൻ ഭാഗത്തേക്ക് തള്ളപ്പെടും. കരയിലേക്ക് തണുത്ത വെള്ളവും തള്ളും. ലാനിനയും പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോളും ഒരുമിച്ചാലോ? അപകട സാഹചര്യമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ വരുന്നതും ഈ പറഞ്ഞ പോലെ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകാനും അതിതീവ്ര മഴ ഉണ്ടാകാനുള്ളൊക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ വർഷം ഉണ്ടാകുമെന്നുള്ളതല്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പ്രവചനപ്രകാരം നമുക്ക് അനുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാനിന കണ്ടീഷൻ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഓഫ് മൺസൂൺ, ദാറ്റ് ഈസ് ഓൾസോ ഫേവറബിൾ ഫോർ ഗുഡ് മൺസൂൺ റെയിൻഫാൾ. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ഇന്ത്യൻ ഓഷൻ ഡൈപോളൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യം വളരെ വളരെ റെയറാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് കോംബോയാണ്. അപ്പോൾ അത് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ആ ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴേ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമുദ്രവും ചൂട് പിടിക്കുകയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയെ സങ്കീർണമാക്കുന്നത് ഈസ്റ്റേൺ അറബിക്കടൽ ചൂട് പിടിക്കുന്നതാണ്. അറബിക്കടലിന്റെ താപനില കഴിഞ്ഞ 100 വർഷത്തിൽ 1.2 ഡിഗ്രി സെൽഷ്യസ് ആണ് വർദ്ധിച്ചത്. ഇതത്ര നല്ല പോക്കല്ല. ഇതിന്റെ പ്രതിഫലനമായിട്ടാണ് ചുഴലിക്കാറ്റുകൾ കൂടിയത്. ഇത് മനുഷ്യജീവനെയും ജീവനോപാധിയെയും ബാധിക്കുന്നുണ്ട്.
നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റുന്നില്ല. മത്സ്യലഭ്യതയിലും മാറ്റങ്ങൾ വന്നു. പണ്ടുകാലത്ത് കേരള തീരത്ത് സുലഭമായിരുന്ന പല മീനുകളും ഇന്ന് നമ്മുടെ തീരത്തില്ല. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പരിണിത ഫലമാണ്. ബംഗളൂരുവിലും ചെന്നൈയിലും മുംബൈയിലുമെല്ലാം മഴ പെയ്തപ്പോഴേക്കും വെള്ളപ്പൊക്കമുണ്ടായത് നാം കണ്ടു. ഇത് കേരളത്തിനും പാഠമാണെന്ന് വിദഗ്ധർ പറയുന്നു. അതിതീവ്ര മഴ ഇന്ത്യൻ നഗരങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. കൃത്യമായ നഗരാസൂത്രണം നമുക്ക് ആവശ്യമാണ്. കനത്ത മഴ ദുരിതമായേക്കാം. ജാഗ്രത പാലിക്കുക, വരുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് പ്രധാനം. ഈ മഴക്കാലത്തെയും നമുക്ക് നേരിടാം.